നന്നായിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾ പടം കണ്ടിട്ട് അഭിപ്രായം പറയും. മൂവി അതിൽ നിന്ന് ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അത്രയും നല്ലൊരു മൂവി, സ്ത്രീകൾക്ക് നല്ലൊരു സന്ദേശം കൂടെയാണ് ഈ മൂവി. ഗോൾഡിന് സ്ത്രീധനത്തിനും എതിരായിട്ടുള്ള ഒരു മൂവി. പിന്നെ ബേസിൽ തകർത്താടി. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ, ഫോട്ടോഗ്രാഫി സൈഡ്, പാട്ട്, മ്യൂസിക്, എല്ലാ സൈഡും സൂപ്പർ. നമുക്ക് ഒട്ടും ലാഗ് ചെയ്യാതെ ഇരുന്ന് ചെറിയൊരു ത്രെഡാണ്, പക്ഷെ ഭയങ്കര ഭംഗിയായിട്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, പടം നല്ല പടമാണ്. ഞങ്ങൾ അഭിനയിച്ച പടം ആയതുകൊണ്ട് കൊണ്ട് പറയുമല്ല, പടം നല്ല പടമാണ്. ഇനി അതെ ആവേശത്തിൽ അംബാനിന്ന് സജിൻ ഗോപു, ഇതിലെ മരിയാനോ ക്യാരക്ടർ എൻ്റലി ഡിഫറെൻ്റ് ആണ്. ആക്ടിങ് വൈസ് ആണെങ്കിലും ക്യാരക്ടർ വൈസ് ആണെങ്കിലും നമുക്കിതിൽ കണ്ട ഈ അംബാനാണോ അതിൽ കണ്ടെന്ന് തോന്നുന്നില്ല. ബേസിലായിട്ടുണ്ടെയും ഇമോഷൻ പോർഷൻസ് ഒക്കെ ഭയങ്കര നല്ല വേരിയേഷൻസ് ഉള്ള, നമുക്ക് സുഖമായിട്ട് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന, സ്ലോ സ്പീസിൽ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്നൊരു നല്ല പടമാണ്. ബേസിലായിട്ട് എനിക്ക് അധികം കോമ്പറ്റീഷൻ സീനൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ടതുപോലത്തെ ആ ഒരു അൺറൊമാൻറ്റിക് മൂരാച്ചിയുടെ ഒരു നോട്ടം, ആ ഒരു സാധനമായിരുന്നു. പക്ഷെ അത് ഭയങ്കര രസമായിരുന്നു. അതെ ഈ തെക്കൻ ഭാഗത്തോട്ട്, തെക്കൻ കേരളത്തിലോട്ട് കൂടുതലായിട്ട് ഈ സ്ത്രീധനം ഇപ്പോഴും നിലനിന്ന് പോകുന്നൊരു സാധനമാണ്. ഇനി എത്ര പേര് എതിർത്ത് പറഞ്ഞാൽ ആ സംഭവം അവിടെ ഉണ്ട് നിലവിൽ. അപ്പോൾ അതിനെ ഈ സിനിമ കാണുന്നവർക്ക് കുറച്ചെങ്കിലും മാറ്റമൊക്കെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് മുമ്പേ എഴുതി വെച്ചൊരു നോവലാണല്ലോ. നോവലിനെക്കാട്ടിയും കൂടുതൽ നമുക്ക് ഈ വിഷ്വലി കാണുമ്പോൾ കുറച്ചും കൂടി ഇമ്പാക്റ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിക്കുന്നു. മനസ്സിലാക്കുന്ന മനുഷ്യർ മനസ്സിലാക്കിയാൽ നല്ലത്. എനിക്ക് ചെറിയ റോളുണ്ടായിരുന്നു. കൊള്ളായിരുന്നു, നല്ല രസമുണ്ട്. നല്ല എല്ലാവർക്കും കാണാൻ പറ്റുന്നത് എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞാനും ഉണ്ടായിരുന്നു. ഭയങ്കര ഇഷ്ടപ്പെട്ടു സിനിമ കണ്ടപ്പോൾ. എന്ത് തോന്നി? ഇല്ല, നല്ല രസമുണ്ട്. എല്ലാവർക്കും കൂടെ വന്ന് കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും കാണാൻ നോക്കാം. സൂപ്പർ മൂവി, ഒരു രക്ഷയില്ല. നല്ല അടിപൊളി മൂവി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു മനസ്സ് നിറക്കുന്ന ഒരു മൂവി. ഇപ്പോൾ ഈ 2025 ഇറങ്ങിയതിൽ ഏറ്റവും നല്ല മൂവി എന്ന് തന്നെ പറയാം. ഈ ജനുവരി മാസത്തിൽ ഇറങ്ങിയ എല്ലാ സിനിമയും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ അതിലൊക്കെ ഏറ്റവും നമ്മളൊരു മനസ്സ് തട്ടിയുള്ളൊരു എന്താ പറയുക, ബേസിലെ നല്ല അടിപൊളി പെർഫോമൻസ് എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവിയാണ്. സൂപ്പർ, നല്ല സൂപ്പറാണെങ്കിൽ മാത്രമേ നമ്മൾ സൂപ്പർ എന്ന് പറയാൻ നിൽക്കുള്ളൂ. അല്ലെങ്കിൽ വെറുതെ നമ്മൾ തള്ളി വിടുന്ന പരിപാടിയില്ല. അത്രക്കും നല്ല ഒരു പൊന്നിൻ്റെ കഥയാണ്. ഒരു പത്തരമാറ്റ് സിനിമ നമ്മുടെ മനസ്സ് നിറഞ്ഞിറങ്ങി വരാം. കൊള്ളാം, നല്ല അടിപൊളി പടം. എനിക്കിഷ്ടപ്പെട്ടു, ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല പടം, ഒരു രക്ഷയില്ല. സിനിമ ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്ന ഈ പടത്തിൽ. കാരണം നമ്മൾ കണ്ടന്റ് ക്രിയേഷനും പരിപാടിയിൽ നേരെ സിനിമ കണ്ടപ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റി. ജോയിഷ് ചേട്ടൻ ഡയറക്ടർ സാറാണെങ്കിലും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ ബേസിലേട്ടൻ സജിനേട്ടൻ്റെ കൂടെ ആയിരുന്നു സീൻ. അപ്പോൾ പുള്ളി ആയാലും ഫ്രീ മൈൻഡ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റി. സന്തോഷം. നല്ല ഒരു സെറ്റിൽ നിൽക്കുന്ന ഒരു കട്ടി മനസ്സൊന്നുമില്ല ഡയറക്ടർ. നല്ല എല്ലാവരും സന്തോഷമായിട്ട്. ഇതെന്ന് വെച്ചാൽ കോമഡി വീഡിയോ ചെയ്തുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് നമ്മൾ സിനിമയെ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു കോമഡി സീനായിരിക്കും. അപ്പോൾ കോമഡിയേ അല്ല, ആ പരിപാടിയെ പിടിക്കരുത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സീൻ ആദ്യമായിട്ട് ചെയ്യാൻ പറ്റി. എല്ലാവരും മാക്സിമം തിയേറ്ററിൽ പോയി തന്നെ വാച്ച് ചെയ്യുക. നല്ലൊരു പടമാണ്. എല്ലാവരും പടം വിജയിപ്പിക്കുക, നമ്മളും കൂടെ വിജയിച്ച് പോട്ടെ. ഞാൻ അതിനകത്ത് ഒരു ക്യാരക്ടർ ചെയ്ത ആളാണ്. എൻ്റെ പേര് ആനന്ദ് നെച്ചൂരാൻ എന്നാണ്. ഞാൻ റോബർട്ടോ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തത്. മരിയാനോ എന്ന് പറഞ്ഞ സജിൻ ഗോപുവിൻ്റെ അച്ഛൻ. അത് മാറ്റി നിർത്തിയാൽ GR ഇന്ദുഗോപൻ്റെ 4-5 ചെറുപ്പക്കാരെന്ന നോവൽ ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. ആ നോവലിൽ നമ്മളൊരു ഇമാജിനേഷൻ ഉണ്ടല്ലോ, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഈ സിനിമ പോയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ബേസിലും സജിൻ ഗോപുവും ലിജോ മോളും ആനന്ദ് മന്മഥൻ, ദീപക് പറമ്പോൾ ഇവരെല്ലാം വളരെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു മെസ്സേജ് കൊടുക്കുന്ന സിനിമയാണ്. അതാണ് അതിനകത്ത്. നമ്മൾ സ്ത്രീധനമാണ് ഇതിനകത്തുള്ളൊരു വിഷയം. അപ്പോൾ ആ വിഷയത്തെ വളരെ നന്നായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്ന സിനിമയാണ്. ആ സിനിമ ഇത് പ്രേക്ഷകർ അക്സെപ്റ്റ് ചെയ്യും. കാരണം അത്തരത്തിലാണ് അതിൻ്റെ മേക്കിങ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പൻ അതെ 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 അത് നന്നായിരുന്നു. കാരണം ഇത്രയും വലിയൊരു ക്രൂവിൻ്റെ കൂടെ, ഇത്ര വലിയൊരു പ്രൊഡക്ഷൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ 2-3 സിനിമകൾ പുറത്തു വന്നിട്ടുണ്ട്. ഒന്ന് ഡോൺ ഭാരത്രയുടെ ഫാമിലി, പിന്നെ കഴിഞ്ഞ IFFKയിൽ കളിച്ച അപ്പുറം ഇന്ദുലക്ഷ്മിയിൽ, അതിനകത്തൊക്കെ എനിക്ക് ക്യാരക്ടർ ഉണ്ടായിരുന്നു. ഞാൻ നല്ല വേഷങ്ങൾ ചെയ്തതാണ്. പക്ഷേ കൊമേഴ്ഷ്യൽ സിനിമ ആദ്യമായിട്ട് എൻ്റെയാണ് റിലീസ് ചെയ്യുന്നത്. അതിനകത്ത് നല്ല രീതിയിൽ എന്നെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. 2-3 സീനിലേ ഉള്ളൂ എങ്കിൽ പോലും
എനിക്ക് എൻ്റെ ക്യാരക്ടർ നന്നായിട്ട് വന്നിട്ടുണ്ട്. അത് എൻ്റെ മേൽ കഴിവല്ല, ഡയറക്ടർ ജ്യോതിഷ് ശങ്കറിൻ്റെയും സാനു ജോൺ സാറിൻ്റെയൊക്കെ ഒരു വലിയ ഒരു വർക്കാണ് അത് ശരിക്കും. പക്ഷേ എനിക്കതിനകത്ത് പങ്കെടുക്കാൻ പറ്റി, വലിയ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയൊരു വലിയ ഭാഗ്യം. നല്ല സിനിമ, അടിപൊളി പടമായിരുന്നു. അടിപൊളി, ബേസിലൊക്കെ നന്നായിട്ട് പണിയെടുത്തിട്ടുണ്ട് പടത്തിൽ. ഹിറ്റാണ് പടം, അടിപൊളി പടം, സൂപ്പർ പടമാണ്. പടം അടിപൊളിയായിരുന്നു. ബേസിലിൻ്റെ ഒരു വൺ മാൻ ഷോ, ബേസിലൊക്കെ ഒരു അഭിനയത്തിൽ എത്രത്തോളം വളർന്നു നമുക്ക് ഈ പടത്തിൽ മനസ്സിലാവും. പിന്നെ ജയ് ഭീമിന് ശേഷം ലിജോ മോൾക്ക് ഒരു നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇതിൻ്റെ അകത്ത് പുള്ളിക്കാരൻ തകർത്തു. പിന്നെ അമ്പാൻ, ആവേശത്തിന് ശേഷം സജി ഗോപു നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. വില്ലൻ റോളാണ്, നെഗറ്റീവാണ്, പക്ഷേ പുള്ളിയുടെ ആ ഒരു മല പോലുള്ള രാക്ഷസൻ എന്നുള്ളൊരു വേർഡിനെ അടിപൊളി ചെയ്തിട്ടുണ്ട്. പിന്നെ ദൈർഘ്യം 2 മിനിറ്റേ ഉള്ളൂ, 2 മണിക്കൂറുള്ളൂ, ലാഗൊന്നുമില്ല, നല്ല രസമായിട്ടുണ്ട്. എൻജോയ് ചെയ്തു. ഫാമിലി ഇന്നത്തെ ഒരു സമൂഹത്തിൽ നടക്കുന്നൊരു വിഷയത്തിന് നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു സ്ത്രീധനം അങ്ങനത്തെ ഒരു ഇതിനെ കൊള്ളാം. പടത്തിൽ ഞാനിവിടെ ഒരു ക്യാരക്ടർ ചെയ്ത ഒരാളാണ്. എൻ്റെ സുഹൃത്താണ് എൻ്റെ ഡയറക്ടർ. വളരെ നല്ലൊരു സിനിമയാണ്. അതെ. അതായത് പണ്ട് കാലത്ത് ആദ്യകാലങ്ങളിലൊക്കെ ഇങ്ങനെ തന്നെയാണ് നമ്മുടെ നാട്ടിൽ കല്യാണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നടന്ന ഒരു കഥയാണ്. അത് വളരെ നല്ല രീതിയിൽ അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കർ. ആദ്യമായിട്ട് സംവിധാനം ചെയ്തതാണ്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു ഫീലല്ല. തുടക്കം മുതൽ ഒടുക്കം വരെയും ഒരു മുഖ്യധാരയിലുള്ള ഡയറക്ടർ സംവിധാനം ചെയ്യുന്ന അതേ രീതിയിൽ തന്നെയാണ് ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിൽ നമുക്കത് ഫീൽ ചെയ്തത്. വളരെ സന്തോഷം. നന്നായിട്ടുണ്ട്, രസമായിട്ടുണ്ട്. ബേസിൽ അടിപൊളിയാണ്. ഇത് ലൈക്ക് എന്താ പറയുക, നമുക്കൊട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സ്റ്റോറി. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ലൈക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. ലൈക്ക് എല്ലാവരുടെയും ഇൻഡിവിജ്വൽ എല്ലാ ക്യാരക്ടേഴ്സും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്. നല്ല എൻഗേജിങ് ആയിരുന്നു. നല്ല ലൈക്ക് ഫസ്റ്റ് ഹാഫ് ഒരു വേറൊരു മൂഡ്, സെക്കൻഡ് ഹാഫ് വന്നപ്പോൾ കുറച്ചുകൂടി ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു നല്ല സാറ്റിസ്ഫൈഡ് ആണ്. നല്ല സിനിമ, നല്ലൊരു ഫാമിലി സിനിമ. കൊള്ളാം, നല്ല പടമാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റും. സൂപ്പർ.